ആ അണ്ടർവേൾഡിൽ ഒരു കുഞ്ഞി രാജാവാണ് പോയത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഓട്ടോ വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്ര XUV 500 ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നേരെ ഹിസ്റ്ററിയിലേക്ക് വരാം. അപ്പോൾ ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്ര മുഹമ്മദ് എന്ന് പറഞ്ഞ് ആയിരുന്നു അന്ന് വണ്ടി 1945 കാലഘട്ടത്തിൽ ഇറങ്ങിയത്. അപ്പോൾ മുഹമ്മദ് എന്നൊരു പാർട്ട്ണർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി 1947 ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനിലെ സമയത്ത്. അങ്ങനെ അവർ അന്ന് സ്റ്റീൽ ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും അതിനൊക്കെ കുറച്ച് നാൾ ശേഷം ജീപ്പ് റാംഗ്ലറൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് നമ്മുടെ മിലിറ്ററി ഫോഴ്സിന് വേണ്ടി പല മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ ഇറക്കി. വലിയ വണ്ടികൾ മിലിറ്ററി ഫോഴ്സിന് താങ്ങായിട്ട് തന്നെ മഹീന്ദ്രയുടെ വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ മഹീന്ദ്ര കുറച്ച് നാൾ കഴിഞ്ഞ് CJ 500, പിന്നെ മഹീന്ദ്ര മേജർ, കമാൻഡർ, അങ്ങനെ പല ജീപ്പുകൾ ഇറക്കി. അവർ പിന്നെ LMV, MUV അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഹെവി വണ്ടികൾ വരെ ഇറക്കി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെനോൾട്ടോയുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ലൊഗാൻ ഇറങ്ങി. അത് മാത്രമല്ല കിയ മോട്ടോഴ്സ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് നല്ല കിയ മോട്ടോഴ്സും പിന്നെ മഹീന്ദ്രയിൽ ചേർന്നിട്ട് വേറെ വണ്ടികൾ ഇറക്കി. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ മഹീന്ദ്ര ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും മഹീന്ദ്രയുണ്ട്. ശേഷം ഇറങ്ങിയ മഹീന്ദ്രയുടെ വണ്ടികളെന്ന് പറയുകയാണെങ്കിൽ ലൊഗാന്, പിന്നെ XUV 500, TUV 300, KUV 100, അങ്ങനെ അവസാനം നമ്മുടെ മഹീന്ദ്ര താർ 2020 വെർഷൻ, നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ഓൾറൗണ്ടറായ താർ 2020 വെർഷൻ വരെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ മഹീന്ദ്ര. സോ ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും മഹീന്ദ്രയുടെ ലോഗോ ആണ്, ലോഗോ കാണാൻ പറ്റും. അത് ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഗ്രില്ല് നല്ല വലിപ്പമുള്ളതാണ്. ബ്ലാക്ക് കളറാണ് ഗ്രില്ലിൻ്റെ ഒരു ഇത്. പിന്നെ ബ്ലാക്കും വൈറ്റ് ഒരു കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഡാമിൻ്റെ ആ ഗ്രില്ലിൻ്റെ താഴെ ഇവിടം വരെ വരുന്നുണ്ട്. ബമ്പറിൻ്റെ ജസ്റ്റ് മോള് വരെ ആ ഒരു ഗ്രില്ല് ഇങ്ങനെ കയറുന്നുണ്ട്. എയർ നന്നായിട്ട് വലിക്കുന്നുള്ളത് നമുക്ക് ഫീലുണ്ടാവും. തൊട്ട് താഴെ അതേപോലെ നല്ല വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ ബോഡി വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ നോർമൽ ഹാലജന്, അതിൻ്റെ കൂടെ പാർക്ക് മാത്രമല്ല ഇവിടെ ആയിട്ട് ഹിഡ്സണിൻ്റെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. തൊട്ടപ്പുറത്തായിട്ട് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ മഹീന്ദ്ര XUV 500 ഫ്രണ്ട് വരുന്നത്. ഇനി നമുക്ക് നേരെ സൈഡ് എന്ന് പറയുന്നത് വലിയൊരു ഫെൻഡർ കാണാൻ പറ്റും. പിന്നെ നോർമലി വലിയൊരു വീൽ ആർച്ച് ആയതുകൊണ്ട് തന്നെ 17 ഇഞ്ച് വലിയ പ്രൊഫൈലുള്ള ടയേഴ്സാണ്. 235, 65, 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. നോർമൽ വീൽ കപ്പാണ് വരുന്നത്. അലോയ് വീലല്ല ഈ ഓപ്ഷനിൽ വരുന്നത്. നല്ല വലിയ സസ്പെൻഷനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ബ്ലാക്ക് വീഡിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയുണ്ട്. പെട്ടെന്ന് ഇറച്ചി നിൽക്കുന്നൊരു ഫീലാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് കാണുമ്പോൾ. സോ നമുക്ക് നേരെ സൈഡ് മിറർ വരാം. ഈ സൈഡ് ORVM മിറേഴ്സിൽ ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഡോറിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ചീറ്റയുടെ നെയിലിൻ്റെ അതേ സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. സോ ഹാൻഡിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വലിച്ച് തുറക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ തുറന്നു വരും. ആ സൗണ്ട് ഉണ്ടല്ലോ, അടയ്ക്കും തുറക്കുമ്പോഴേക്കും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് റൂഫ് റെയിൽ കാണാൻ പറ്റും. ബ്ലാക്ക് കളറിലൊരു ടച്ചുള്ളൊരു റൂഫ് റെയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് സ്ക്രാച്ച് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു ടൈപ്പ് ലൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ആർച്ച്, എനിക്കൊരു ബോഡിയിൽ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്.
എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ. ഒരു ചെറിയൊരു ഹൈറ്റ് പൊക്കം കണക്ക് തോന്നുന്നുണ്ട്. ഈ ഗ്ലാസ് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് ആണ്. നന്നായിട്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴും പുറത്തുനിന്ന് അകത്തോട്ട് നോക്കുമ്പോഴും. പിന്നെ ഇവിടെ നമ്മൾ വെറും ബ്ലാക്ക് കളറിൽ പെയിൻറ്റഡ് മാത്രമായിട്ടാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. താഴെയായിട്ട് XUV 500 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെയിൽ ലാമ്പാണിത്. കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസ് കൊടുത്തിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് വരുന്നത്. നല്ല വലിയൊരു ടെയിൽ ലാമ്പാണ് വന്നത്. സോ അതിനുശേഷം തൊട്ട് താഴെയിട്ട് നല്ല വലിയ ബമ്പർ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ബമ്പറാണ്. പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മഹീന്ദ്ര എന്നൊരു ലോഗോ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം അത്ര വലുപ്പമൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മീഡിയം സൈസ് റിയർ ഗ്ലാസ് ആണ്. പിന്നെ വൈപ്പേഴ്സ് ഉണ്ട്, ബാക്ക് റിയർ വൈപ്പേഴ്സ് കാണാൻ പറ്റും. മഹീന്ദ്ര ലോഗോ കാണാൻ പറ്റും. പിന്നെ താഴെയായിട്ട് തന്നെ ആ ഒരു ഒരു ചെറിയൊരു ബൾക്കി ഫീൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ബോഡിയിലൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാൻ പറ്റും. XUV 500 എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോവാം. ഹെഡ്ലൈറ്റിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റൂ. ഇതിൽ LED ലൈറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇന്റീരിയറിനെ കുറിച്ച് പറയാം. നല്ല പൊക്കമുള്ള ഒരു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് ലാൻസർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഇതിലിരിക്കുമ്പോൾ വലിയ പൊക്കമുള്ള ഒരു ഫീലുണ്ട്. പിന്നെ വൈപ്പേഴ്സ് എല്ലാം ഒരു ടെക്ഡ് ഇൻ ടൈപ്പ് വൈപ്പേഴ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ വിസിബിലിറ്റീസ് ഒന്നും ഇതിൽ ബാധിക്കുന്നില്ല. നല്ല വിസിബിലിറ്റി ഉണ്ട്. വിസിബിലിറ്റി പ്രോബ്ലം ഒന്നും ഇതിൽ ബാധിക്കുന്നില്ല. പിന്നെ ഇവിടെ ഒരു പിയാനോ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷ് കണക്കൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ബേജും ഒരു തരത്തിലൊരു ബ്രൗൺ കളറുമാണ് ഇതിൽ മൊത്തവും. ഡ്യുവൽ ടോൺ കളറാണ് ഇതിൽ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ആ വുഡൻ പാനലിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ താഴെയായിട്ട് AC കാണാൻ പറ്റും. എക്കണോമി മോഡ് കാണാം, AC കാണാം, ഇന്റേണൽ എക്സ്റ്റേണൽ, റിയർ AC, ഓട്ടോമാറ്റിക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പാസഞ്ചറിന്റെ സീറ്റ് ബെൽറ്റിന്റെ കാര്യവും പിന്നെ സ്റ്റാർട്ടർ സ്റ്റോപ്പ് ഹിൽ അസിസ്റ്റിന്റെ കാര്യവും പിന്നെ അകത്തെ ഈ ലൈറ്റിന്റെ കാര്യവും ഹസാർഡ് ലൈറ്റൊക്കെയാണ് കാണാൻ പറ്റുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഈ XUV 500 വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഒരു L ഷേപ്പ് കണക്കൊരു ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ഓഡിയോ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഫ്രണ്ട് 2 എയർ ബാഗ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ഓപ്ഷനിൽ വരുന്നത്. പിന്നെ നേരെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പീഡ് കാണാൻ പറ്റും, ടാക്കോമീറ്റർ കാണാൻ പറ്റും, റേഡിയേറ്ററിന്റെ ഹീറ്റ് കോൾഡ് അറിയാൻ പറ്റും, പിന്നെ സ്പീഡ് എത്രയാണെന്നൊക്കെ ഉള്ളത് ഡിജിറ്റലായിട്ട് കാണിക്കുക, മൈലേജ് എത്രയാണെന്ന് കാണിക്കുക, അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും വെന്റ് കാണാൻ പറ്റും. പിന്നെ ഓപ്പൺ ചെയ്യാനുള്ളത്, ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളത് കാണാൻ പറ്റും. ഹെഡ് ലൈറ്റിൻ്റെത് കൂട്ടാനും കുറയ്ക്കാനും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സോ അതാണ് നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു 2 കപ്പ് ഹോൾഡർ വയ്ക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡോർസും ഡ്യുവൽ ടോൺ കളേഴ്സാണ് പോകുന്നത്. ഇവിടെ റെഡ് ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ലോക്ക് അൺലോക്ക്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാണാൻ പറ്റും. പിന്നെ ഒരു സ്പീക്കർ ഇവിടെ കാണാൻ പറ്റും. അംബ്രല്ല ഹോൾഡർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആംറെസ്റ്റും പിന്നെ അതിന് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. സീറ്റ്സ് ഒക്കെ ലെതർ സീറ്റാണ് വരുന്നത്. മുകളിലായിട്ട് ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. ഇവിടെയായിട്ട് ഒരു മിററുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് വയ്ക്കാൻ പറ്റിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്.
പിന്നെ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് മാത്രമേ ഉള്ളൂ. വേറെ ക്ലച്ച് റെസ്റ്റ് ഇല്ല. അത് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി ലെഗ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പം കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി ഇട്ടേക്കുക, എന്നിട്ട് പോലും ഇത്രയും സ്പേസ് നമുക്കുണ്ട്. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. സോ ബാക്കി ബാക്കിലത്തെ സീറ്റ്സൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് ലെഗ് സ്പേസ് എന്നൊക്കെ നോക്കാം. മോനെ നല്ല ലെഗ് സ്പേസ് ആണ്. നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്, കണ്ടില്ലേ? ഞാൻ 6 ഫീറ്റ് എബവ് ആണ്, എന്നിട്ട് പോലും ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. AC വെന്റ് കാണാൻ പറ്റും, സൈഡിൽ സ്പീക്കർ കാണാൻ പറ്റും, ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ ഒരു സ്വിച്ച് കാണാം. പിന്നെ താഴെ LED ലൈറ്റ് കാണാൻ പറ്റും, ഡോറ് തുറക്കുമ്പോൾ ഉള്ള ലൈറ്റ് കാണാൻ പറ്റും. ഇവിടെയും ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയും ലൈറ്റ്സ് ഉണ്ടാവും. ഇവിടെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡിലാണ്. താഴെ ഇവിടെ ഒരു ഹൂക്ക് ഉണ്ട്, സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ. ഫുൾ ഓപ്ഷനിലാണെങ്കിൽ 6 എയർ ബാഗ്സ് ഒക്കെ വരുന്നതാണ്. ഇതിൽ ഡ്യുവൽ എയർ ബാഗ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. സോ ഇതിൽ ഈ വണ്ടിയിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. അതായത് ABS, EBD, TCS, ESP അങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഹിൽ ഹോൾഡ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ മഹേന്ദ്ര XUV 500 എന്ന് പറയുന്നത്. അതിൽ വേറെ ഒരു സംശയമില്ല. പിന്നെ ലക്ഷറി കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട വണ്ടി എടുക്കണ കാര്യത്തിൽ, അത്രയും പക്ക വണ്ടിയാണ്. അപ്പോൾ ഗായ്സ്, ബൂട്ട് സ്പേസ് എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഓപ്പണർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ പിടിക്കണം തന്നെ ഓപ്പൺ ആയി വരും. ഹൈറ്റ് അല്പം കുറവാണ്, തല തട്ടുന്നുണ്ട്. നമുക്ക് 7 സീറ്റർ എന്ന് പറയുന്നെങ്കിലും ആ ഒരു ലെഗ് സ്പേസ് ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താ, നമുക്ക് കയറി ഇരിക്കുമ്പോൾ ഇവിടെ AC വെൻസ് കാണാൻ പറ്റും. അതിൻ്റെ കൺട്രോളിങ്, ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അതൊക്കെ ഉള്ള നമുക്കിവിടെ കാണാൻ പറ്റും. 12 വാൾട്ടിൻ്റെ തന്നെ ചാർജർ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഗൈസ്, ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. നമുക്ക് XUV 500 ബൂട്ട് സ്പേസിൻ്റെ കാര്യം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ സീറ്റ്സ് മടക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ വിശാലമായിട്ട് ബൂട്ട് സ്പേസ് കിട്ടും. അപ്പോൾ ഗൈസ്, ഇനി നേരെ നമുക്ക് എൻജിൻ ബേയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ എൻജിൻ ബേ. എയർ ഫിൽറ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും, ഫ്യൂസ് ബോക്സ് കാണാൻ പറ്റും, ബാറ്ററി കാണാൻ പറ്റും. ഇവിടെ എംഹോക്ക് 140 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിനാണ്. അപ്പോൾ നമുക്കിനി പവറിനെ കുറിച്ചൊക്കെ പറയാം. പിന്നെ മൊത്തത്തിൽ നമുക്ക് എൻജിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് VGT വേരിയബിൾ ജോമെട്രിക് ടർബോ ചാർജഡ് ആയിട്ടുള്ള 2200 cc എൻജിനാണ്. എന്നിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് കാണാൻ പറ്റും, കൂളൻ്റ് കാണാൻ പറ്റും, പിന്നെ എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ് സംഭവങ്ങൾ കാണാൻ പറ്റും, പിന്നെ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് കാണാൻ പറ്റും, വിൻഡ് വാഷറിൻ്റെ ഫ്ലൂയിഡ് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് എൻജിൻ്റെ കാര്യം പറയാം. എൻജിൻ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എൻജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 2200 cc വണ്ടിയാണ്. മാത്രമല്ല 140 bhp ഉള്ള എംഹോക്കിൻ എൻജിനാണ്. സോ നമുക്കിതിൻ്റെ ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 330 Nm ടോർക്ക് അറ്റ് 2800 RPU. മാത്രമല്ല 140 bhp നമുക്കിതിൽ കാണാൻ പറ്റും. 140 എന്നുള്ളത് ഒരു ക്രോം ഇതിൽ എഴുതിയിട്ടുണ്ട്, ക്രോം പ്ലേറ്റിംഗിൽ എഴുതിയിട്ടുണ്ട്. അതായത് 140 bhp അറ്റ് 3750 RPM ആണ്. അതായത് അത്രയും മാസീവ് പവറാണ് വണ്ടി വളരെ ചുരുങ്ങിയ RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന സാരം. നമുക്കറിയാലോ, വണ്ടി റീമാപ്പിങ്ങും ഒക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ്. ഓഫ് റോഡിങ്ങും അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. സോ അതാണ് നമ്മുടെ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. എൻജിൻ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതാണ്, നല്ല റിലയബിൾ, അത്യാവശ്യം നല്ല റിലയബിലിറ്റി. അപ്പോൾ ഞാൻ മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് സർവീസിൻ്റെ കാര്യങ്ങളും പിന്നെ സ്പെയറിൻ്റെ റേറ്റൊക്കെ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളാരും എനിക്ക് ബോറടിപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ ലെങ്തി ആക്കാനും വയ്യ. സോ അതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ എൻജിൻ ബേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഡ്രൈവിങ്ങിലേക്ക് പോവാം. ഓക്കെ. വണ്ടി നല്ല പെട്ടെന്ന് തന്നെ പവർ എടുക്കും.
നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന അതേ ഒരു ഫീലുണ്ട് വണ്ടിയിൽ ഇരിക്കുമ്പോൾ. വണ്ടിയുടെ പവർ കണ്ടില്ലേ, പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് എടുക്കും. അതാണ് വണ്ടിയുടെ പവർ. നല്ല കംഫർട്ടബിൾ ആണ് ഓട്ടിക്കാനായിട്ട്. പിന്നെ ഗൈസ് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടിക്കുന്നത് നിർത്താനേ പറ്റത്തില്ല. പിന്നെ ആംബിയന്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് വണ്ടി ഓട്ടിക്കാനായിട്ടൊക്കെ. ആ ഒരു ഫീലും എല്ലാ റെഡ് കളറ് ഒരു ടച്ച് ഉണ്ടല്ലോ, അതെല്ലാം നല്ല രസമാണ് വണ്ടി ഓട്ടിക്കാനായിട്ട്. ഹൈവേക്കായാലും ഓഫ് റോഡായാലും പറ്റിയ വണ്ടി തന്നെയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അടിതട്ടുന്നൊന്നും പേടിയില്ല. പിന്നെ മൊത്തത്തിൽ തന്നെ ഒരു മസിൽ ലുക്കുണ്ട് വണ്ടിക്ക്. മാത്രമല്ല റെയിൻ സെൻസിങ് വൈപ്പർ, ക്രൂയിസ് കൺട്രോൾ, അങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ തന്നെ ഒരു ഫുള്ളി ലോഡഡ് കാർ എന്നുള്ളത് തന്നെ രീതിയിൽ തന്നെ നമുക്കത് പറയാൻ പറ്റും. അത്രമാത്രം നല്ല വണ്ടിയാണ് ഈ XUV 500 എന്ന് പറയുന്നത്. മഹീന്ദ്രയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് XUV 500. അതിൻ്റെ ഒരു പവറും സ്പീഡും ഒക്കെ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ടർബോയുടെ വിസിലും എല്ലാം ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു വിസിലാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതും. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്തതും അതൊക്കെ കൃത്യമായിട്ട് അറിയാനൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഫെസിലിറ്റിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗിയർ നോബ് മുകളിലോട്ട് വലിച്ചിട്ട് ഫസ്റ്റിൻ്റെ അങ്ങോട്ടുള്ള ഒരു പൊസിഷനിലാണ് റിവേഴ്സ് വരുന്നത്. ബാക്കിയെല്ലാം നോർമൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ 6th ഗിയർ റിവേഴ്സ് സൈഡിലാണ് വരുന്നത്. പിന്നെ സ്കോഡ ജർമ്മൻ കാർസായ സ്കോഡ ഫോക്സ്വാഗനിലെല്ലാം റിവേഴ്സ് ജസ്റ്റ് അതിനെ പ്രസ് ചെയ്ത് ഗിയർ നോബിനെ പ്രസ് ചെയ്തിട്ട് വേണം ഫസ്റ്റിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴേ റിവേഴ്സ് വീഴത്തുള്ളൂ. അങ്ങനെയാണ് സംഭവം. ഇത് പൊക്കിയാണ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണ് ഈ XUV 500 വരുന്നത്. പിന്നെ ഓവർടേക്കാനൊക്കെ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ XUV 500. അതൊക്കെയാണ് നമുക്കിന്ന് XUV 500ൻ്റെ റിവ്യൂവിൽ പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വണ്ടിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ പ്രണവ് സംഗീത് സൈനിങ് ഓഫ് ഫ്രം മല്ലു ഓട്ടോ വ്ലോഗ്സ്.